അസ്സലാമു അലൈക്കും. സാബിത്താന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇതെല്ലാം മുത്തുമണികളുടെ വിശേഷങ്ങൾ. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുന്നില്ല, അവരെ ചതിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല. നമ്മളായ രീതിയിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു, നമ്മളെ രീതിയിൽ ഇങ്ങനെ നടക്കുന്നു, പോകുന്നു, വരുന്നു അല്ലേ? പക്ഷേ എന്നാൽ കുറ്റം പറയുന്നവരെയും തെറ്റ് ചെയ്യുന്നവരെയും അവരെ കൂടെയാണ് ഇന്ന് ജനങ്ങളെന്ന് പറയാതിരിക്കാതിരിക്കാൻ പറ്റൂല. എന്താ എല്ലാരും അല്ല പറയുന്നത്. നിങ്ങൾ കാണും, ഒത്തേ കാണും. അപ്പൊ നമ്മളിപ്പോ ഇന്ന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഷാജിദാനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് രാവിലെ മുതൽ നൈനും അവരെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പം നമ്മളെ ഈ ഒരു വീഡിയോസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നല്ല കമന്റ് ഇടുന്ന ഒരു വ്യക്തിക്ക് ഇതിന്ന് കിട്ടുന്ന ഇതിപ്പോ ഒരു 5000 റുപ്യ ഈ വീഡിയോസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 5000 റുപ്യ ഇതിൽ ഇട്ടിട്ട് നല്ല കമന്റ് ഇട്ട ഒരു വ്യക്തിക്ക് ഓക്കെ പൂച്ചാന്ന് വിളിക്കും എല്ലാരും. നിങ്ങളെന്തായാലും വിചാരിക്കും ഈ വീഡിയോസ് ഒന്നും എന്താ 5000 റുപ്യ കിട്ടുന്നത്? കിട്ടും മക്കളെ, കിട്ടും. ഒരു വീഡിയോസ് 5000 അല്ല 10 ലക്ഷം കിട്ടും. ഒരു വീഡിയോസിൽ തന്നെ കിട്ടും, നല്ല പൈസ കിട്ടും. പാവങ്ങളായ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ 10 ആളെ മുന്നിൽ കൈ നീട്ടണ്ടിയില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ. യൂട്യൂബിന്റെ മുതലാളി നല്ല മുതലാളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം തരും. മറ്റുള്ളവരെ മുന്നിൽ നിങ്ങൾ കെഞ്ചിക്കൊയഞ്ഞി പോയിട്ട് എന്തെങ്കിലും തരും. നിങ്ങൾ യൂട്യൂബ് തുടങ്ങിക്കാം, നല്ല പൈസ കിട്ടും. 5000 റുപ്യ ഇന്ന് കിട്ടുമെങ്കിൽ 5000 റുപ്യ നമുക്ക് തരുന്ന പറഞ്ഞു. ഞാനേ എനിക്ക് നല്ല കമന്റ് ആയിട്ട് എടുക്കുള്ളൂ. ഞാനവരോട് കമന്റ് ഇട്ട് കൊടുത്ത് 5000 പൈസ അനക്ക് ഞാനാണ് പിന്നെ എനിക്ക് നല്ല കമന്റ് ഇടലുള്ളൂ. പിന്നെ വെനെ കൊണ്ടാണ് നമ്മളായി എൻ്റെ ഉമ്മോ മണ്ണാർക്കാട് ഷെരീഫ് പിന്നെ എല്ലാവരെ കൊണ്ടും പറയും. അതാ മക്കളെ കുറ്റം കുറവും പറഞ്ഞിട്ടുണ്ടാക്കുന്ന പൈസ. അതാണ് യൂട്യൂബ് തന്നെ ഹറാമാണ് 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 എന്നെല്ലാം പറയാൻ കാരണം എന്താ? കുറ്റം കുറവും പറഞ്ഞിട്ടുണ്ടാക്കുന്ന വീഡിയോസ് പൈസ ആയതുകൊണ്ടാണ്. മനസ്സിലായതുണ്ട് നിങ്ങൾ? എല്ലാണ്ട് നല്ല രീതിയിൽ അപ്പൊ നമ്മളിപ്പോ ഇന്ന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതൽ നൈനും അവൻ ദുബായിത്തെ ഈ ഫിഷ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല മീനുമാറ്റം. ഈ ചങ്ങായി എന്ന് പറഞ്ഞാല് എന്നെ കൊണ്ട് പറഞ്ഞിട്ട് ഓൻ്റെ പാടെ ഓൻ്റെ കാര്യം നോക്കിയിട്ട് ഓൻ വീഡിയോസ് ചെയ്യാനുള്ളൂ, ഒരാളെ കൊണ്ടോ പറയുന്നില്ല. അങ്ങനെ മക്കളെ, ഞാനും അങ്ങനെ തന്നെ ആണല്ലോ പറയുന്നേ. പിന്നെ മഴ തള്ളാമാറ് തുള്ളിക്കളഞ്ഞ് തള്ളമാറ് ചാടിക്കളഞ്ഞ് തള്ളമാറൊന്നും ചെയ്യരുത്. രേണു സുധിയൻ എന്തെന്നാ ഓളിത്തിരി മെലിഞ്ഞിട്ടാണ്. ഓളിത്തിരി ഒരു കാണാനെല്ലാം ഒരു മെലിഞ്ഞ പോലെ കാണാൻ ഒരു ഗുമ്മുണ്ടാവില്ല. അതുകൊണ്ടാണ് രേണു സുധിനൊക്കെ ഉള്ള പനി വരുന്നത്. നല്ല തടിച്ച് വെളുത്ത് മൊഞ്ചും തടിയുള്ള ഇറ്റിങ്ങൾ തുള്ളിയാൽ ഒന്നും പറയില്ലടാ, ഒന്നും പറയില്ല. വേളന്മാരെ കുത്തിട്ട് എന്ന് കാണും, എല്ലാവരും കാണും. രേണു സൂര്യ വർഷം മെലിഞ്ഞതായിപ്പോയില്ല. അതാണ്. പിന്നെ ഞാനാണെങ്കിൽ തള്ളച്ചിയായിപ്പോയി. ഞാൻ മൊഞ്ചില്ലേറ്റല്ല, തള്ളച്ചിയായിപ്പോയി. ഇതൊന്നും പറ്റൂല. നല്ല കരിമ്പ് പോലത്തെ ബാലിയൊക്കെ തടിയും നിറമുള്ള ബാലിയൊക്കെ തുള്ളിക്കളിച്ചാല് വേളന്മാരൊന്നും പറയില്ല. ഞാളൊന്നും പറയില്ലടാ സാബി, തള്ളച്ചി, ഞാളൊന്നും പറയില്ല. അതാണ് അതാണ് നമ്മൾ കുറച്ച് അയിലയും മത്തിയൊക്കെ മേടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. ഈ നാരിട്ടൊക്കെ വയ്യല്ലേ? പിന്നെ അടിപൊളിയായിരിക്കും. ഭാര്യയും ഭർത്താവും അടിയില്ലാത്ത നാടുണ്ടോ? പിന്നെ ഡിവോഴ്സ് ചെയ്യാത്ത സ്ഥലമുണ്ടോ? എല്ലാം അടിയില്ല. കോടതി ചെന്നോക്ക്, കുടുംബ കോടതിയിലും ചെന്നോക്ക്. നിങ്ങൾ ഡിവോഴ്സ് കാണണമെങ്കിൽ അത് 18 വയസ്സിന്റെ മേലോട്ടുള്ള കുട്ടികൾ, 25 വയസ്സിന്റെ കൂടെ താഴോട്ടും. പിന്നെ ഇവനെന്തല്ലോ അവൻ്റെ ഭാര്യൻ്റെ അടുത്ത് എന്തല്ലോ കണ്ടോ പിടിച്ചോ എന്നറിയല്ല. ഓലടി മറ്റേ 2 മക്കളെയും കൊണ്ട് പിന്നെ മറ്റേ ഗൾഫിലേക്ക് പോന്നിക്ക്. നാട്ടിലുള്ള മക്കളെ നാട്ടിലാക്കിയ സമയത്ത് മക്കളെ അകത്തിട്ട് പൂട്ടുകയും ഉണ്ടല്ലോ മക്കളോട് കാട്ടിക്കൂട്ടിക്ക്. ഇപ്പം മക്കൾ സ്വർഗം പോലെ ഇവിടുന്ന് കഴിയുന്നുണ്ട്, സ്വർഗം പോലെ. ഞാൻ എപ്പം കാണലുണ്ട്. എപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോണിൽ വരുന്ന നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത്, അല്ലാണ്ട് അതായിട്ടൊന്നും കാണലില്ല. എല്ലാ ചാനലും ഇങ്ങനെ കുറച്ചൊക്കെ കാണും. മുന്നിൽ വരുന്ന ചാനൽ അതുപോലെ അവൻ്റെ ചാനലും കാണുന്നതാണ്. പിന്നെ നല്ലൊരു വ്യക്തിയാണ്. മക്കളെ പൊന്നുപോലെ നോക്കുന്നില്ല. എനിക്ക് ബേജാറുണ്ടേനു മക്കളെ. എല്ലാവരും അല്ല, ഷെരീഫ് വല്ലാണ്ട് അവനെ പറഞ്ഞ സമൂഹത്തിന്റെ മുന്നിൽ അത്രയും താക്കിക്കില്ല ഇവനെ. അന്നേരമൊക്കെ ബേജാറുണ്ടേനു. എന്ത്
പഠിച്ചോനെ ഇവനിപ്പം പിന്നെ മക്കളെയും കൊണ്ട് എന്താ മച്ചേറ്റം കളിയോളിയെന്ന്. അധികം സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു മനസ്സിന് വിഷം വരില്ല. മക്കളെ കൊണ്ട് മച്ചേറ്റം കളിയോടുന്നുള്ള ബേജാറ് എനക്കുണ്ട്. നൈറ്റാ മണ്ണാർക്കാട് ഷെരീഫ് എല്ലാരെ കൊണ്ടും കുറ്റം പറയുന്നവനോ. എന്തെന്നാ മക്കളെ പറയാറ് ഷെരീഫേ, എന്തിനായി കുറ്റം? ഞാനിപ്പോ ഫാമിലി വ്ളോഗ് തുടങ്ങുന്നില്ല, ഇട്ടിട്ടില്ല. ആരെല്ലാം ഉണ്ട് ഫാമിലി വ്ളോഗ് തുടങ്ങുന്നത്? ജോളയും കൂട്ടി ഫാമിലി വ്ളോഗ് തുടങ്ങിയപ്പോലെ എന്തിനായി കുറ്റം കുറവും പറഞ്ഞിട്ട് ഇടുന്നത്? അടക്കട്ടെ. അപ്പം പിന്നെ നിങ്ങൾ കാണണ്ടോ, നല്ല രസം. നല്ല ദുബൈ എനിക്ക് കാണണം എന്നെല്ലാം വിചാരിച്ചിരിക്കുന്നു ഞാൻ. ദുബൈ ബഹ്റാൻ ഞാൻ കണ്ടിട്ടുള്ളൂ, ദുബൈ ഒന്ന് കാണണം. ഇടയിൽ പോയി ഇങ്ങനെ നിൽക്കുന്നു. മീനുകളുടെ ഇടയിൽ ഒരു കോഴി. ഇവിടെ കളിയായി. മീനുകളുടെ ഇടയിൽ ഒരു കോഴി. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഫുൾ മീന് തമാശാറില്ല. മീനുകളുടെ ഒരു കോഴി ഓനെക്കൊണ്ട് അത് മോൾക്ക് പിടിച്ചിട്ടില്ല. മോള് ഇങ്ങനെ നോക്കുന്നു, ഉപ്പ നോക്കുന്നു. ആ ഉപ്പ കോഴിയൊന്നല്ലാലോ ഒന്നുണ്ട. അതാണ് ഉപ്പയും മക്കളായിട്ടുള്ള ബന്ധങ്ങൾ. ഇവിടെ അതാന്ന് ഞാൻ അറിയല്ല. ഓരോല ലോകക്കാരത്തിയാണ്, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, കൂട്ടുകാരിൻ്റെ പങ്ങളായിരിക്കും, ഭാര്യയായിരിക്കും, ഒന്നും പറയാൻ പറ്റൂല. പിന്നെ ഓൻ എൻജോയ്മെന്റ് ഓര് ചെയ്യട്ടെ, ഓരോരുത്തർക്കും ഓരോന്ന് സന്തോഷിക്കട്ടെ. പിന്നെ നിങ്ങളെല്ലാ കാര്യവും ചെയ്യുന്നില്ല. ആരാടോ പെർഫെക്റ്റ്, ആരാടോ പെർഫെക്റ്റ് ഉള്ള? എല്ലാ കുപ്പയിലും ഓട്ടും കഷ്ണുണ്ട്. എല്ലാ കുപ്പയിലും ഓട്ടും കഷ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരാളെ കുടുംബവും പോയി മാന്തി വെക്കണ്ട. മാന്തി നോക്കിയാൽ അല്ലാത്ത തേള്, ചെതള്, കരിങ്കണ്ണി ഒക്കെ കാണും. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അതുകൊണ്ട് ആരാ ഉള്ളിൻ്റെ ഉള്ളും പോയിട്ടൊന്നും പരിശോധിക്കണ്ട. ഞാള് നല്ലതാന്ന് ആരും പറയണ്ട കേട്ടോ. എന്താണ് ഞാനൊന്ന് പറയാനുള്ളത്? കാണിച്ചു കൊടുക്കാം. എന്തൊക്കെ തരങ്ങളും മീനാലേ. ഏതായാലും ആ കുട്ടിക്ക് തന്നെ ഓളെ ഇഷ്ടപ്പെട്ടിക്ക്. കാരണം വെച്ചാ കുട്ടി ഉപ്പ ഒരാളെ നോക്കുവരും തമ്മേക്കൂല, ഒരാളെ കൊണ്ട് പറയും തമ്മേക്കൂല. കുട്ടി ചീത്ത പറയും, ഉപ്പാനെ അടിക്കുകയും ചെയ്യും. ഈ പെൺകുട്ടി നല്ലോണം ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിക്ക്. ഐ ലവ് യു. ഫിഷ് മാർക്കറ്റിന്റെ പുറത്തേക്കിങ്ങനെ ഇറങ്ങി വരാകുമ്പോ നമുക്കിത് ക്ലീൻ ആക്കി കട്ട് ചെയ്ത് തരുന്ന സ്ഥലം. ഞാൻ ഗൾഫിൽ പോയാലുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു മക്കളെ. ആരും ഒരു ഇറച്ചിക്കാരെ എനിക്ക് ഇറച്ചിയെല്ലാം ഫ്രീ തരുന്ന എല്ലാം ഉണ്ടായിരുന്നു. വടകരക്കാരാന്ന് പറഞ്ഞപ്പം വടകരക്കാർക്ക് ബഹ്റാനിലൊരു മുൻഗണന കൂടുതലാന്നും പറഞ്ഞിട്ട് ഇറച്ചി ഫ്രീ ആയിട്ട് തരുന്ന വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അല്ല മുങ്ങി തപ്പിയിട്ട് അത് എടുക്കണം. അത് വല്ലാത്തൊരു തടസ്സം തന്നെ. ഹിന്ദി, ഇംഗ്ലീഷും അറബിയും അവിടെ പറയല്ലേ. എൻ്റെ ഞങ്ങളെ ഞാൻ സ്കൂളിൽ പഠിക്കാത്തതിൽ ഖേദിക്കും. ഞാൻ പഠിക്കാത്തല്ല, എന്നെ ടീച്ചർ മാഷും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, വളപ്പെട്ട് കളിക്കുന്നേരം ബെഞ്ചിന്റെ ബേക്കിൽ എന്നോട് ഇട്ടേച്ചി. പഠിക്കുന്ന കുട്ടികളെ തന്നെ മുന്നിൽ ഇരിപ്പിച്ചങ്ങ് പഠിപ്പിച്ച്. എന്നാ പിന്നെ ബേക്കിന്ന് പഠിക്കാത്ത കുട്ടികളെ മുന്നിൽ ഇരിപ്പിച്ചിട്ട് മാണ്ടേ പഠിപ്പിക്കണമെങ്കിൽ. അത് പഠിപ്പിച്ചില്ല. അന്നൊന്നും ഞമ്മളെ കൊണ്ട് പറഞ്ഞതിലോട്ടൊന്നും ബുദ്ധിയൊന്നും ഇല്ലടോ ടീച്ചർമാർക്കും. ഇന്നത്തെ ടീച്ചർമാർക്കാണ് ബുദ്ധിയുണ്ട്. ഒരു പഠിക്കാത്ത കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ മുന്നിൽ ഇരിപ്പിക്കുന്നുണ്ട്, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അന്നൊന്നും ടീച്ചർമാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നമ്മളിപ്പോഴത്തെ ആൾക്കാരല്ലേ. അപ്പം ദുബൈയിൽ പിന്നെ എനിക്ക് ദുബൈ ഒന്ന് കാണണം. ബഹ്റാനി എല്ലാ സ്ഥലവും ഞാൻ പോയി കണ്ടു. കാണാത്ത സ്ഥലമില്ല. കടയിൽ നിന്ന് കുളിക്കുന്നവരുണ്ട്. ഗൾഫിലെ കടയിൽ നിന്ന് കുളിക്കുന്നത്, നീന്തുന്നത് വരെയുണ്ട്. കടലിൻ്റെ അറ്റത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോസ് എല്ലാം എനിക്ക് കിട്ടും. നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. എല്ലാരും നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കി തരാണ്. കട്ട് ചെയ്ത മീൻ വാങ്ങാൻ പോണേ. നൈനൂന് വിട്ടു തരൂല മക്കളെ, നൈനൂന് വിട്ടു തരൂല. ലീല
ഐഡിയലും വാങ്ങുന്നുണ്ട് ചെയ്യാനാ. നല്ലോണം ഇംഗ്ലീഷ് പഠിച്ചോളെ മക്കളെ. അറബും ഹിന്ദിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് നല്ലോണം പഠിച്ചോളെ. ഷാട്ട് ബൂട്ട് ഹട്ട് ഹൊട്ട് എന്ന് പറയണം. ഞാൻ പഠിക്കാത്തതിൽ ഗൾഫിൽ പോയിട്ട് അറബീനോട് വരെ പൊട്ടൻ ഭാഷയിലാണ് സംസാരിച്ചത്. പിന്നെ സാധനം വാങ്ങാൻ വീടെപ്പോലെ ഹിന്ദിക്കാരനുണ്ടാവുക. തക്കാളിയും പച്ചവെള്ളം വാങ്ങണ്ടേ. എൻ്റെ മോളെ തൊട്ട് കാണിച്ചു കൊടുത്തേ ഞാൻ. മോളെ ഇംഗ്ലീഷ് പഠിച്ചോളെ. എപ്പാ എങ്ങനെയാ ഗൾഫിൽ പോവുക, എവിടെയാ ജോലി കിട്ടും ഒന്നും പറയാൻ പറ്റൂലേ. സാബീത്ത അങ്ങനെയാണ്. സാബീത്ത ഗൾഫിൽ പോകുന്നൊന്നും വിചാരിച്ചിക്ക. ചെറിയത്ത് ഏടെ വിചാരിച്ചിക്ക് ഗൾഫിലും പോയിക്ക് എല്ലാ സ്ഥലവും പോയിക്ക്. ഇപ്പം തന്നെ വരും ഗൈസ്, ഒന്ന് കടയിൽ പോകുന്നതാ. ഇംഗ്ലീഷ് പോലോ ഇംഗ്ലീഷ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കി വീഡിയോസ്. അതുകൊണ്ട് എങ്ങൾക്കും കാണിച്ചു തരുന്നത്. ഈ ഗൾഫിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് പോയിട്ട് ആ കുട്ടി ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് ഞാൻ ആദ്യം പോയ റൂമിലുണ്ടേനു ഒരു പെൺകുട്ടി. ഇത്രയുള്ള പെൺകുട്ടി അന്നേരം. ഇപ്പം അതിനെ കല്യാണം കഴിച്ചാൽ മക്കളല്ല മക്കളെ. അത് നല്ലോണം ഇംഗ്ലീഷ് എല്ലാം പറയാം. ഇത്താക്ക് മലയാളം വരെ പറയുന്ന അറിയാമെന്നത് എന്നോട്. നല്ലോണം ഡാൻസ് എല്ലാം കളിക്കും. നല്ലോണം പഠിക്കുന്ന കുട്ടി. എന്നെ കണ്ടാലും പിന്നെ പഠിപ്പെല്ലാം അങ്ങ് പോയി തുള്ളി കളിച്ചിട്ട്. ഞാൻ ഇന്നും തന്നെ നല്ല പണ്ടേ തുള്ളി കളിക്കുന്നയാ. നമ്മളെ കൊല്ലത്തുള്ള റാഷിക്കറിയാം. എൻ്റെ റാഷി ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു. റൂമിൽ ഇത്രയുള്ള പെൺകുട്ടീനെ റുക്കൂന്ന് പറയുന്നത്. അതിനെ കൂട്ടിയിട്ട് ആ തുള്ളി കളിക്കാൻ, തുള്ളി പാട്ടും വെച്ച് തുള്ളി കളിക്കാൻ. ആ കുട്ടീനെ പഠിപ്പ് വരെ പോയിപ്പിക്കുക. അന്ന് യൂട്യൂബ് ഒന്നുമില്ല കേട്ടാ. അവിടെ പണ്ടേ തുള്ളുന്നേന് ഇന്നും നേരൊന്നുമല്ല. അവിടെ ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം. I can speak Arabic, I can speak Russian. Come on, teacher, man. ആ കുട്ടി കുഴഞ്ഞു പോയി മക്കളെ. ചെറിയ കുട്ടിയല്ലേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസാണ്. ഓൻ്റെ തന്നെ ഓൻ്റെ എല്ലാ വീഡിയോസും ഓൻ തന്നെ എടുക്കുക. പിന്നെ ഓൻ ആരെ കണ്ട് കുറ്റം പറഞ്ഞ വീഡിയോസ് ഇഷ്ടം. എനിക്ക് ഒരാളെ കൊണ്ട് കുറ്റം പറഞ്ഞ വീഡിയോസ് ഇഷ്ടമല്ല. ഓൻ്റെ കാര്യം തന്നെ പറഞ്ഞ്. പിന്നെ ഓൻ്റെ അവളെ കൊണ്ട് നല്ലോണം പല കാര്യങ്ങളും പറഞ്ഞിക്കൂലേ. ഈ മണ്ണാക്കാൾ ഷെരീഫ് എല്ലാം പിന്നെയും പല കുടുംബങ്ങളും തോണ്ടി, ഓൻ്റെ കുടുംബങ്ങളും പോയി തോണ്ടി, ഓൻ്റെ പുരയിലും പോയി പെങ്ങളെ കൊണ്ടും മറ്റവരെ കൊണ്ടൊക്കെ തോണ്ടി അവനെ കൊണ്ട് എന്നെ പറയിപ്പിക്കടക്കം ചെയ്ത ആ ഷെരീഫ. ഞാൻ ഷെരീഫേ കാരോടും കുറ്റം ഇതൊന്നുമില്ല. അതിനോട് സ്നേഹം കൊണ്ട് പറയാം, അന്നും വിചാരിക്കണ്ടട്ടാ. പിന്നെ ഈ അമ്മാൽപ്പറ ആരിഫ് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറ്റുന്നത്? നല്ല എല്ലാം പറഞ്ഞിട്ട് ഇട്ടുകൂടും മക്കളെ. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിക്ക്. നമ്മൾ നല്ല പറയുകയും ഇങ്ങനെ കണ്ട നല്ല പോസിറ്റീവുകളെല്ലാം കേൾക്കുകയും ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിനൊരു എനർജി വരും. അതിന് ഉഷാറ് വരും. കുറ്റവും കുറവും മറ്റുള്ളവരെ കൊണ്ട് പറയുമ്പോൾ നമ്മളെ മനസ്സിന് തന്നെ അള്ളാഹു തആല ടെൻഷൻ ഇങ്ങനെ തന്നു കളി. മനസ്സിലായിക്കാ? ഓക്കെ.